എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലെ നിധി, സ്വർഗത്തിലെ പൂന്തോട്ടം, സ്വർഗത്തിലെ ഈന്തപ്പഴം ഇങ്ങനെ പലതും സ്വർഗത്തിലെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് മനസ്സിനെ വല്ലാതെ ശാന്തപ്പെടുത്തുന്ന സ്വർഗത്തിൽ ഒരു നിധി ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. ആ നിധി ഏതെന്നറിയോ? ആ നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആ നിധിയെക്കുറിച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, 99 മറദൻ ലദൈഹിമു ശിഫാ. 99 രോഗത്തിന് ആ നിധിയിലാകുന്ന ദിക്ർ കൊണ്ട് 99 രോഗത്തിന് ശമനമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. 99 രോഗത്തിന് ശമനമുണ്ട്. അതിലെ ചെറിയ രോഗം മാനസിക വിഷമമാണെന്ന് റസൂലുള്ളാഹി. ഞാനിത് പഠിപ്പിക്കണ്ടേ? ഞാൻ ഇൽമ പറഞ്ഞു തരണ്ടേ? എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ വന്നിരിക്കുന്നവന്മാർ, കിതാബ് നോക്കി പഠിക്കാത്തവന്മാർ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നവരെ പോലെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? പറ്റൂല. നിങ്ങളുടെ സമയം എന്തിനു വേണ്ടി ഇവിടെ ചെലവഴിക്കുന്നു? നിങ്ങളുടെ ഹൃദയാന്തരങ്ങളുടെ ബാന്ധവങ്ങൾ, ഹൃദയാന്തരങ്ങൾക്കുള്ളിലുള്ള കെട്ടുകൾ നിങ്ങൾക്ക് താഴെ ഇറക്കി വെക്കണം. പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രതിഷേധങ്ങളെല്ലാം ഇറക്കി വെക്കണം. അതിന് നിങ്ങൾക്ക് ഇൽമ വേണം. നിസ്കരിക്കാൻ അല്ലാഹു തആല നമുക്ക് നിസ്കരിക്കാൻ കൽപ്പന തന്നു. അല്ലാഹ് നിസ്കരിക്കാൻ പറഞ്ഞു. നമുക്കതിനെ കുറിച്ച് അറിവില്ലായിരുന്നെങ്കിൽ എങ്ങനെ നമ്മൾ ഇബാദത്ത് ചെയ്യും? ഈ ദിക്ർ മജ്ലിസിനെ കുറിച്ച് അറിവുണ്ടാകണം. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗത്തിൽ ഒരു നിധിയുണ്ട്. ആ നിധി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നുള്ളതാണ്. ചൊല്ലാറുണ്ടെങ്കിൽ 99 രോഗത്തിന്റെ ശിഫയുണ്ട്. അതിലെ ഏറ്റവും ചെറിയ രോഗം എന്ന് പറയുന്നത് മാനസിക വിഷമമാണെന്ന് റസൂലുള്ളാഹി. ഒരു 100 വട്ടം ചൊല്ലിക്കൂടെ നിങ്ങൾക്ക്? അല്ലാഹു തആല ലാ ഹൗല അത് പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ. ചൊല്ലിലാ ഹൗല ജീവിതം എപ്പോഴും സ്റ്റൈല, അതിലൊരു ശക്കുമില്ലാതെ ഒരിക്കലും ചിട്ട തെറ്റി പോകരുതേ, അലസയതയാലൊഴിക്കരുതേ. ചൊല്ലിലാ ഹൗല, ചൊല്ലലാ ഹൗല ജീവിതം എപ്പോഴും സ്റ്റൈല, അതിലൊരു ശക്കുമില്ലാതെ ഒരിക്കലും ചിട്ട തെറ്റി പോകരുതേ, അലസതയാലൊഴിക്കരുതേ. ആ ലാ ഹൗല ലേഹ്യം അത് കുടിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. 99 രോഗമില്ലാത്തവരായിട്ട് ഈ കൂട്ടത്തിൽ ആരുമില്ല. പ്യുവർ ആരോഗ്യത്തിന്റെ ഉടമകൾ. ഇന്ന് മനുഷ്യനെ കുമിളകൾ പോലെ അവന്റെ ശരീരത്തിലേക്ക് ആർത്തിരമ്പിക്കൊണ്ടിരിക്കുകയാണ് വൈറസുകൾ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ.